CPM ex-MPയും ഭാര്യയും സർവകലാശാലാ വാഹനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതായി പരാതി. സാങ്കേതിക സർവകലാശാലയുടെ ഔദ്യോഗിക വാഹനങ്ങൾ സിൻഡിക്കേറ്റ് അംഗവും CPM നേതാവും മുൻ ex-MPയുമായ PK ബിജു AKG സെന്ററിലും CITU ഓഫീസിലും പോകുന്നത് ദുരുപയോഗം ചെയ്യുന്നതുമായ CAGയുടെ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾക്ക് തൊട്ടു പിന്നാലെ PK ബിജുവിൻ്റെ ഭാര്യ കേരള സർവകലാശാല ബയോകെമിസ്ട്രി വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസറായ നിയമനം ലഭിച്ച വിജി വിജയൻ കേരള സർവകലാശാലയുടെ ഔദ്യോഗിക വാഹനം AKG സെന്ററിന് സമീപമുള്ള വസതിയിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയുള്ള കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് ദിവസേന യാത്ര ചെയ്യുന്നതിന് അനധികൃതമായി ഉപയോഗിക്കുന്നതായി പരാതി. സർവകലാശാലയിൽ വിവർത്തനാത്മക ഗവേഷണം ലക്ഷ്യമാക്കി പുതുതായി ആരംഭിച്ച ട്രിക് എന്ന സെന്ററിന്റെ ജോയിന്റ് ഡയറക്ടറായി വിജി വിജയന് അധിക ചുമതല നൽകി. സീനിയർ പ്രൊഫസറായ IQAC ഡയറക്ടർക്ക് അനുവദിച്ച വാഹനം വിജി വിജയന്റെ ആവശ്യപ്രകാരം സെന്ററിന്റെ ഉപയോഗത്തിന് വിട്ടുകൊടുക്കുവാൻ രജിസ്ട്രാർ ഉത്തരവ് നൽകുകയായിരുന്നു. യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തിക്കുന്ന മറ്റു സെന്ററുകൾക്കൊന്നും വാഹന സൗകര്യം അനുവദിച്ചിട്ടില്ല. യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തിക്കുന്ന 46 സെന്ററുകളിൽ സീനിയർ പ്രൊഫസർമാർക്കോ അസോസിയേറ്റ് പ്രൊഫസർമാർക്കോ മാത്രം സെന്ററുകളുടെ ചുമതല നൽകുമ്പോൾ ജൂനിയറായ വിജി വിജയന് ട്രിക് എന്ന പുതുതായി ആരംഭിച്ച സെന്ററിന്റെ ചുമതല നൽകിയതിൽ സീനിയർ അധ്യാപകർക്ക് അമർഷമുണ്ട്. ഗവേഷണ ഡാറ്റ തട്ടിപ്പ് നടത്തിയതായി ആരോപണ വിധേയയായ അധ്യാപികയ്ക്ക് ഒരു ഗവേഷണ സെന്ററിന്റെ ചുമതല നൽകിയത് സംബന്ധിച്ച പരാതി നിലനിൽക്കുമ്പോഴാണ് വാഹന ദുരുപയോഗ ഉത്തരവ് പുറത്തുവരുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ഉദ്യോഗസ്ഥർക്ക് മാത്രം അനുവദിച്ചിട്ടുള്ള ഔദ്യോഗിക വാഹനം VCയുടെ അറിവോ സമ്മതമോ കൂടാതെയാണ് വിജി വിജയന് രജിസ്ട്രാർ അനുവദിച്ചത്. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സർവകലാശാല മറ്റ് സെന്ററുകളുടെ ഡയറക്ടർമാർക്കോ വകുപ്പുകളുടെ സീനിയർ പ്രൊഫസർമാർക്കോ പ്രത്യേക വാഹന സൗകര്യങ്ങൾ അനുവദിക്കാതിരിക്കുമ്പോൾ PK ബിജുവിൻ്റെ ഭാര്യയ്ക്ക് രാഷ്ട്രീയ പ്രീതിക്കായി വാഹനം അനുവദിച്ച രജിസ്ട്രാറുടെ നടപടി പിൻവലിക്കണമെന്നും സ്റ്റാറ്റ്യൂട്ടറി ഉദ്യോഗസ്ഥർക്ക് മാത്രം അനുവദിച്ചിട്ടുള്ള ഔദ്യോഗിക വാഹനം VCയുടെ അറിവോ സമ്മതമോ കൂടാതെയാണ് വിജി വിജയന് അനുവദിച്ചിട്ടുള്ളത്. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സർവകലാശാല മറ്റു സെന്ററുകളുടെ ഡയറക്ടർമാർക്കോ വകുപ്പുകൾക്കോ സീനിയർ പ്രൊഫസർമാർക്കോ പ്രത്യേക വാഹന സൗകര്യങ്ങൾ അനുവദിക്കാതിരിക്കുമ്പോൾ PK ബിജുവിൻ്റെ ഭാര്യയ്ക്ക് രാഷ്ട്രീയ പ്രീതിക്കായി വാഹനം അനുവദിച്ച രജിസ്ട്രാറുടെ നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി വൈസ് ചാൻസലർക്ക് നിവേദനം നൽകി. സർവകലാശാല ഭരണകാര്യങ്ങളിൽ CPMന്റെ നയപരമായ നിലപാട് നിർദ്ദേശിക്കാനും അവ നടപ്പാക്കാനും PK ബിജുവിനെയാണ് CPM നിയോഗിച്ചിട്ടുള്ളത്. ബിജുവിന് മുമ്പ് സഖാക്കളായ ബേബി ജോൺ, കോടിയേരി ബാലകൃഷ്ണൻ, വിജയരാഘവൻ എന്നിവർക്കായിരുന്നു ചുമതല. CPM അനുഭവ യൂണിവേഴ്സിറ്റി ജീവനക്കാരുടെ സംഘടനയുടെ തലപ്പത്തും ബിജുവാണ്. ഇപ്പോൾ ബിജുവിൻ്റെയും കുടുംബത്തിൻ്റെയും പ്രധാന വരുമാന സ്രോതസ്സായി സർവകലാശാലകളെ മാറ്റിയിരിക്കുകയാണ്. ഉന്നത യോഗ്യതയുള്ള 100ഓളം ഉദ്യോഗാർത്ഥികളെ പിന്തള്ളിയാണ് ബിജുവിൻ്റെ ഭാര്യ വിജി വിജയന് കേരള സർവകലാശാല ബയോകെമിസ്ട്രി വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമനം ലഭിച്ചത്. 2012 ഈഴവ സംവരണത്തിനുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിൽ അപേക്ഷിച്ചിരുന്ന 20 പേരിൽ നിന്ന് റാങ്ക് ചെയ്യപ്പെട്ടില്ലെങ്കിലും 2018 ഇടതു സർക്കാർ വന്നതോടെ ഓപ്പൺ ഒഴിവിൽ വിദേശ സർവകലാശാലയിൽ നിന്നുൾപ്പെടെ അപേക്ഷകരായിരുന്ന 100ഓളം പേരെ പിന്തള്ളി ബിജുവിൻ്റെ ഭാര്യ വിജി വിജയൻ 1ാം റാങ്ക് നേടുകയായിരുന്നു. പ്രത്യേക ഓർഡിനൻസിലൂടെ 2021 ഫെബ്രുവരിയിൽ സാങ്കേതിക സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗമായി ബിജു നിയമിക്കപ്പെട്ടു. കോട്ടയത്ത് സ്ഥിര താമസക്കാരനായ ബിജു കുടുംബസമേതം തലസ്ഥാനത്താണ് താമസമെങ്കിലും സാങ്കേതിക സർവകലാശാലയുടെ മീറ്റിംഗുകളിൽ പങ്കെടുക്കുന്നതിന് തൃശൂരിൽ നിന്നുള്ള പ്രൈവറ്റ് കാർ വാടകയ്ക്കാണ് TA ആയി കൈപ്പറ്റുന്നത്. ഇത് ഏറെ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ലക്ഷങ്ങൾ ഇതിനകം തന്നെ TA സിറ്റിംഗ് ഫീ ഇനത്തിൽ കൈപ്പറ്റിക്കഴിഞ്ഞു. ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിന് 10,000 രൂപയിൽ കൂടുതൽ കൈപ്പറ്റുന്നുണ്ട്. സിറ്റിംഗ് ഫീസായി 5,000 രൂപ വീതം വേറെയും. സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും കൂടുതൽ തുക TA സിറ്റിംഗ് ഫീ ഇനത്തിൽ കൈപ്പറ്റുന്നത് KTUവിൽ നിന്നാണ്. അംഗങ്ങൾ വാങ്ങിയ TA ഞെട്ടിക്കുന്ന കണക്ക് നിയമസഭാ ചോദ്യത്തിന് ഉത്തരമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ നിയമസഭയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. TA സിറ്റിംഗ് ഫീസിനു പുറമെയാണ് യൂണിവേഴ്സിറ്റി വക വാഹനം. AKG സെന്റർ, CITU ഓഫീസ് എന്നിവിടങ്ങളിൽ പോകുന്നതിന് ബിജു ഉപയോഗിക്കുന്നതായി AG ഓഡിറ്റിംഗിൽ കണ്ടെത്തിയത്. സർവകലാശാലകളുടെ സൗകര്യങ്ങൾ സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു CPM കുടുംബം എന്ന് ബിജുവിന് അഭിമാനിക്കാം. മലയാളം പൾസ്.